കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. PO ജംഗ്ഷനിലെ റോഡിന് നടുവിലുണ്ടായ മൺകൂനയിൽ കിടന്ന് പ്രതിഷേധ സമരം. അപകടങ്ങൾ പെരുകിയിട്ടും തിരിഞ്ഞു നോക്കാത്ത വാട്ടർ അതോറിറ്റി അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ പൊതുപ്രവർത്തകനായ MJ ഷാജിയാണ് റോഡിൽ കിടന്ന് പ്രതിഷേധ സമരം നടത്തിയത്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ റോഡിൽ കിടന്നു പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളിയും പൊതുപ്രവർത്തകനുമായ MJ ഷാജി മൂവാറ്റുപുഴ PO ജംഗ്ഷനിലും കാവുമ്പടി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപവും പൈപ്പ് പൊട്ടലിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി എടുത്ത കുഴികൾ ഗർത്തങ്ങളായി മാറി അപകടങ്ങൾ പെരുകിയിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെയാണ് സമരം നടത്തിയത്. അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ഫ്ലെക്സ് ബോർഡും കയ്യിൽ പിടിച്ചാണ് PO ജംഗ്ഷനിലെ റോഡ് നടുവിൽ രൂപപ്പെട്ട മൺകൂനയിൽ കിടന്ന് പൊതുപ്രവർത്തകനുമായ വാഴപ്പിള്ളി മുണ്ടക്കൽ MJ ഷാജി സമരം ചെയ്തത്. താലൂക്ക് ആശുപത്രി അതുപോലെ പല സ്കൂളുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെ കിടന്നിട്ട് വാട്ടർ അതോറിറ്റിയുടെ കുഴി കുത്തിയിട്ടേക്കണെയാ. ഒന്നാം തരം റോഡായിരുന്നു, നല്ല സഞ്ചാരയോഗ്യമായ റോഡായിരുന്നു. വാട്ടർ അതോറിറ്റി കുഴി കുത്തിയിട്ടിട്ട് തികച്ചും അനാസ്ഥ, പൊതുജനങ്ങളോടുള്ള അവഹേളനമാണിത്. ഇവിടെ ട്രാഫിക് ജാമാണ്, പിള്ളേർ നടന്നു പോകുന്ന സ്ഥലമാണ്. ഈ ജനറൽ ആശുപത്രിയിൽ നിന്ന് രോഗികളും കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ കടന്നു പോകുന്ന റോഡാണ്. എന്നിട്ട് ഇവിടെ ഈ മൺകൂന കൊണ്ടുവന്ന് റോഡിന്റെ നടുക്ക് കൊണ്ടുവന്നിട്ട് റോഡ് അടച്ചിട്ടേക്കുവാണ്. ഇത് പ്രതിഷേധാർഹമാണ്. ഇത് അടിയന്തരമായിട്ട് നന്നാക്കണം. ഈ നന്നാക്കാൻ ഇവിടെ അധികാരികൾ വരാതെ ഞാൻ ഈ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്ന് ശപഥം ചെയ്യുന്നു. അധികാരികൾ എനിക്ക് ഉറപ്പ് തരണം, ഈ റോഡ് നന്നാക്കി സഞ്ചാര യോഗ്യമാക്കുമെന്ന്. ഇത് ഞാനും വാഹനം ഓടിക്കുന്നതാണ്, അനവധി യാത്രക്കാർ ഇതിൽ കടന്നു പോകുന്നതാണ്. ഇത് റോഡ് ബ്ലോക്കാക്കി ഗതാഗത കുരുക്കാണ് ഇവിടെ മുഴുവൻ. നിരവധി സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാം മനസ്സിലാവുന്ന ജനപ്രതിനിധികളുണ്ട്, അധികാരികളും കടന്നു പോകുന്ന സ്ഥലമാണിത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ, തികച്ചും അനാസ്ഥ, അതുപോലെ റോഡ് ഡിവിഷന്റെ അനാസ്ഥ എന്ന് ഞാൻ പറയും. മൂവാറ്റുപുഴ ട്രാഫിക് SI KP സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി സമരം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചെങ്കിലും വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി അടിയന്തരമായ റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകാതെ സമരം അവസാനിപ്പിക്കാൻ ഷാജി തയ്യാറായില്ല. തുടർന്ന് വാട്ടർ അതോറിറ്റിയിലെ PH സെക്ഷൻ AE വിജിലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൺകൂന അടിയന്തരമായി നീക്കം ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയ ശേഷമാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.